നമുക്കിത് റോസിക്ക് പോയല്ലോ. അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് റോസി എന്ന്. അപ്പോൾ ഞാനും ആദ്യം കേട്ടപ്പോൾ ഇത് അങ്ങനെ തന്നെ വിചാരിച്ചത്. ആക്ച്വലി ഇതൊരു കൊങ്കണി വെഡ്ഡിങ്ങിൻ്റെ തലേ ദിവസം നമ്മുടെ ഹൽദി പോലെയൊക്കെ വെക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പം ഇത് അക്ഷയറിൻ്റെ ഫ്രണ്ട്സാണ്, അവർ ട്വിൻസാണ്. പക്ഷേ അതിലൊരാൾ മാത്രമേ മാരേജ് ചെയ്യുന്നുള്ളൂ. ഇവർ ബേസിക്കലി ഗോവയിൽ നിന്നാണ്. അപ്പം ഈ ഫംഗ്ഷനാണ് നമ്മൾ പോയത്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞെട്ടി. കാരണം എന്താ വെച്ചാൽ തുടക്കം തൊട്ടേ ഈ ആങ്കർ കൊങ്കണിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവരുടെ ഒരു പ്രെയർ സെക്ഷൻ ഉണ്ട്. ആ പ്രെയർ കഴിഞ്ഞിട്ടാണ് ഇവർ പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് ഇതൊരു കോക്കനറ്റ് വെച്ചിട്ടുള്ള സംഭവമാണ്. ആദ്യം ഞങ്ങൾക്ക് സംശയമുണ്ട് ഈ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇത് എന്താണ് ഈ കോക്കനറ്റ് വെച്ചതെന്ന്. പിന്നെയാണ് മനസ്സിലായത് ഇവരുടെ ആരോ റിലേറ്റീവ് ആരോ വന്നിട്ട് ഈ കോക്കനറ്റ് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് പൊട്ടിച്ചു. അപ്പോൾ അത് നേരെ വന്നാലോ അങ്ങനെ എന്തൊക്കെയോ സംഭവം ഉണ്ട് കേട്ടോ, അത് കറക്റ്റായിട്ട് പൊട്ടി വന്നാൽ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് പൊട്ടിച്ചിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഈ ചിരവ അവിടെ നിലത്ത് വെച്ചിട്ട് ഇവരുടെ അമ്മ, ഈ ഗ്രൂമിൻ്റെ അമ്മ അവിടെ വെച്ചിട്ട് ഈ തേങ്ങ ചിരവി. അത് കഴിഞ്ഞിട്ട് ഈ തേങ്ങ ചിരവിയത് എടുത്തിട്ട് ഇവർ കൊണ്ടുപോയിട്ട് എനിക്ക് തോന്നുന്നത് തേങ്ങാപ്പാലാക്കി കൊണ്ടുവരാണെന്ന്. അതേസമയം തന്നെ ഈ ഗ്രൂമും ഇവരുടെ ഈ ട്വിൻ ബ്രദറും എല്ലാവരും പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. ഭയങ്കര ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് കോമ്പോയിലൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നു. പിന്നെ ഇവരെല്ലാവരും ഇങ്ങനെ ഒരു ഇതുപോലെ ഈ താലം പോലെ എല്ലാവരും ഇത് കൊണ്ടുവന്നു ബാക്കി ഈ സാധനങ്ങളൊക്കെ. പിന്നീടാണ് ഈ ട്വിസ്റ്റ് ആരംഭിക്കുന്നത്. ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഷോക്കായി. കാരണം എനിക്ക് തോന്നുന്നു ഈ തേങ്ങാപ്പാലോ വെളിച്ചെണ്ണ എന്തോ സംഭവമാണ്, അത് ഈ ഗ്രൂമിൻ്റെ 2 ചെവിയിലേക്കും ഇവർ ഒഴിക്കുകയാണ്. അതേസമയം തന്നെ ഇവർ ഈ ബാക്കിൽ കാണുന്ന ഇവരുടെ റിലേറ്റീവ്സ് എന്തോ ഒരു സോങ്, എന്തോ ഒരു പ്രയർ സോങ് എന്തോ പാടുന്നുണ്ട്. പിന്നെ ഇവർ ഇങ്ങനെ ഈ പ്രൊസീജിയർ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഫേസിൽ തേക്കുന്നു, തലയിൽ തേക്കുന്നു, കയ്യിൽ തേക്കുന്നു. എല്ലാവരും വന്നിട്ട് ഇങ്ങനെ റിലേറ്റീവ്സൊക്കെ നമ്മൾ ഹൽദിക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഷോക്കായിട്ട്. കാരണം എനിക്ക് ഷോക്കായത് എന്താ വെച്ചാൽ ഈ ചെവിയിൽ ഒഴിച്ചത് കണ്ടപ്പോഴാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്കൊരു ഗെയിം സെക്ഷനും കൂടി ഉണ്ടായി. നമ്മൾ അതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, കാരണം കൊങ്കണിയൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പിന്നെ ഞാൻ ഇതേ സമയം ഇവിടെ സൈഡിൽ കുറേ മാങ്ങണ്ടേ. എനിക്ക് ഏതെങ്കിലും വീട്ടിൽ പോയി ഈ മാങ്ങയും ചക്കയൊക്കെ കാണുമ്പോൾ എനിക്ക് അതെല്ലാം എടുത്തിട്ട് വരാൻ തോന്നും. ഞാൻ കുറേ നേരം അത് കൊതിച്ച് നോക്കിയിരുന്നു, പക്ഷേ ഞാൻ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഇവർ പ്രോഗ്രാം ഈ ഗെയിം സെക്ഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ അങ്ങനെ ഒരു കബാബും പിന്നെ ഒരു കട്ട്ലേറ്റും പിന്നെ വെറൈറ്റി ഫ്ലവേഴ്സിലുള്ള ഡ്രിങ്ക്സും തന്നു. അതെല്ലാം ടേസ്റ്റ് ഉണ്ടായി. പിന്നെ റൈസും മട്ടനും പോർക്കും മാംഗ്ലൂരുകാരുടെ സ്പെഷ്യലായിട്ടുള്ള ഈ ചന്നേൻ്റെ ഒരു ഡിഷും ഉണ്ടായി. പിന്നെ അതേപോലെ തന്നെ അവിടെ കുറച്ച് സ്വീറ്റ്സും ഉണ്ടായി, അത് നമ്മൾ കഴിച്ചില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു.